ഇന്ന് നമ്മൾ രണ്ട് റഗ്ഗഡ് സ്മാർട്ട് വാച്ചുകൾ കമ്പയർ ചെയ്യാൻ പോകണം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ നോയ്സിൻ്റെ ഫോഴ്സ്, പറയുന്നത് നമ്മുടെ ഫയർ ബോൾട്ടിൻ്റെ സ്പിയർ എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്യും. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് ആമസോണിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന ഡിവൈസും കൂടിയാണ് കറൻറ്റ്ലി. അതുപോലെ ഈ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് റഗ്ഗഡ് അടിപൊളി സ്മാർട്ട് വാച്ചുകൾ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ഫൈനലായിട്ട് ഏതെടുക്കണം എന്നുള്ളൊരു ഡിസിഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോയ്സിൻ്റെ ഫോഴ്സ് എടുക്കാം. 1 year ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ നോയ്സിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ മെറ്റൽ പാർട്ടാണ്, ആ റൗണ്ട് മെറ്റൽ പാർട്ടാണ്. അതിൻ്റെ താഴത്തേക്ക് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റഗ്ഗഡ് ഡിസൈനാണ്. അതുപോലെ തന്നെ 1.32 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. 550 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ IP67 റേറ്റിങ്ങോട് കൂടിയ ഒരു വാച്ചാണിത്. 300 mAh ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 7 ദിവസത്തെ ബാറ്ററി ബാക്കപ്പാണ് പറയുന്നത്. ഏകദേശം നമുക്ക് നമ്മുടെ ഹെവി യൂസേജ് ആണെങ്കിൽ നമുക്ക് അത്രയും കിട്ടില്ല. നമ്മൾ ലൈറ്റായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. 2 days ആണ് ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടത്തുള്ളൂ. എന്തായിരുന്നാലും നിങ്ങൾ കോളും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ഈ സ്മാർട്ട് വാച്ച് തന്നെ യൂസ് ചെയ്യുന്നുള്ള. നിങ്ങളുടെ പർപ്പസ് കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾക്ക് അത്യാവശ്യം ലുക്ക് വേണം, അത്യാവശ്യം സമയം കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നടക്കും. പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ് ഒന്ന് നോക്കിയിട്ട് ഇങ്ങനത്തെ വാച്ചുകൾ നിങ്ങൾ എടുക്കരുത്, ഒരിക്കലും റെക്കമെൻഡഡ് അല്ല. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കേബിൾ വരാൻ നേരത്ത്, അത് ചാർജിങ് കേബിൾ വരാൻ നേരത്ത് ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ടൈപ്പാണ് ആ ചാർജിങ് കേബിൾ വരുന്നത്. നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്യാം. ഏകദേശം ഒരു 1 hourൻ്റെ അടുത്ത് ചാർജ് എടുക്കുന്നുണ്ട്. ബിലോ 1 hour ചാർജ് ടൈം എടുക്കും. പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ പറയാൻ നേരത്തെ ഇതിനകത്ത് ഒരിക്കലും റെക്കമെൻഡഡ് അല്ല. SpO2 ഹെഡ് റേറ്റ്, സ്ലീപ്പ് മോണിറ്ററിംഗ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോയി ചെക്ക് ചെയ്യുക. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ഗെയിം വരുന്നുണ്ട്. അതെനിക്ക് കുറച്ച് ഉപകാരപ്പെടുന്ന കാര്യമാണ്. ബോറടിക്കാൻ നേരത്ത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ ഫയർ ബോൾട്ട് സ്പിയറിനകത്ത് അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല, ഗെയിമും കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ഗെയിം അവൈലബിൾ ആണ്. പിന്നെ കോളിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് ബെറ്ററാണ്. 8 കോണ്ടാക്റ്റ് വരെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. മറ്റേതിനകത്ത് എനിക്ക് തോന്നുന്നു 20 കോണ്ടാക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ആപ്പ് ഇൻ്റർഫേസ് വരാൻ നേരത്തെ നോയ്സ് ഫിറ്റ് എന്നുള്ള ഒരു ആപ്പാണ്. ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഹോം എടുക്കാൻ നേരത്തെ ഇങ്ങനെയാണ്. കുറച്ച് ലുക്സ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിനകത്താണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. പിന്നെ ഇതിനകത്ത് കുറേ അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഷോപ്പ് നമുക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ കുത്തി നിറച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടെ ക്വാളിറ്റി വൈസ്, ആപ്പ് ക്വാളിറ്റി ഒക്കെ നോക്കാൻ നേരത്തെ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും അതാണ് നമുക്ക് മിക്കവാറും പ്രയോജനപ്പെടുന്ന മെനൂസ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ഫയർ ബോൾട്ടിൻ്റെ സ്പിയർ എടുക്കാം. സ്പിയർ എടുക്കാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ റഗ്ഗഡ് ഡിസൈനാണ്. ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ മെറ്റൽ പ്ലേറ്റ് ആണ്. 600 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. 1.6 ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ. ഇതിനകത്ത് IP68 ആണ് വരുന്നത്. മറ്റേതിനകത്ത് IP67 ആയിരുന്നു. പിന്നെ ഇതിനകത്ത് 600 mAh ബാറ്ററി വരുന്നുണ്ട്. 7 days പ്ലസ് ബാറ്ററി ബാക്കപ്പ്. നിങ്ങളുടെ യൂസേജിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതും നിങ്ങൾക്ക് ബാറ്ററിയുടെ കാര്യത്തിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ ഒരു 3.5 hourൻ്റെ അടുത്തൊക്കെ ചാർജ് ടൈം വരാൻ ചാൻസ് ഉണ്ട്, അതിൽ താഴെ. അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞ ഹെൽത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ SpO2 ഹെഡ് റേറ്റ്, സ്ലീപ്പ്, പിന്നെ ഇതിനകത്ത് ബ്ലഡ് പ്രഷറും കൂടെ വരുന്നുണ്ട്. ഒരിക്കലും റെക്കമെൻഡഡ് അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്ത് കാര്യങ്ങൾ നോക്കി ഈ ഇങ്ങനത്തെ വാച്ചുകൾ എടുക്കരുത്. നിങ്ങൾ എടുക്കാൻ നേരത്ത് കുറച്ചുകൂടെ ക്യാഷ് കൂടിയ വാച്ചുകൾ എടുക്കുക. പിന്നെ ഇതിൻ്റെ ചാർജിങ് കേബിൾ ഇങ്ങനെയാണ് വരുന്നത്. മാഗ്നറ്റിക് കേബിളാണ്, മറ്റേതുപോലെയല്ല. പിന്നെ നിങ്ങൾ മറ്റേതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ട പോലെ ഈ ടൈപ്പാണ് നോയ്സ് ഫോഴ്സ്. ഇതെന്ന് പറയുന്ന നേരത്ത് മാഗ്നറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് അറ്റാച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുറച്ചുകൂടെ എനിക്ക് അത് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത് നമ്മുടെ ഫയർ ബോൾട്ട് സ്പിയർ തന്നെയാണ്. പിന്നെ ഹെൽത്ത് ബെനിഫിറ്റും ഒക്കെ പറയാൻ നേരത്ത് എന്താണെന്ന് നമ്മൾ സ്റ്റെപ്പ് കൗണ്ടർ നോക്കും, എന്നിട്ട് കാലറീസ് എത്ര ബേൺ ചെയ്ത് നോക്കും. അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും എത്ര പേര് നോക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ നോക്കുന്ന ആളല്ല. സ്റ്റെപ്പ് കൗണ്ടർ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്, കാലറി എത്ര ബേൺ ചെയ്ത് അതൊക്കെ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാറുണ്ടല്ലോ. ബാക്കിയൊന്നും ഞാൻ അങ്ങനെ നോക്കുന്നില്ല. കോളിങ് കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് നമുക്ക് കോളിങ് മോശമല്ല. പിന്നെ 20 കോണ്ടാക്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതൊരു ബെനിഫിറ്റാണ്. മറ്റേത് വരാൻ നേരത്തെ 8 എണ്ണം പറ്റത്തുള്ളൂ, ഇതിനകത്ത് 20 ആഡ് ചെയ്യാൻ പറ്റും.
ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ 2 വാച്ചിനകത്തും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇൻ്റർഫേസുകൾ കാര്യങ്ങൾ ആഡ് ചെയ്യും. വാച്ച് ഫേസസുകൾ അവൈലബിൾ ആണ്, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടം എന്താണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ ആപ്പ് വരാൻ നേരത്ത് ക്യൂ വാച്ച് പ്രോ എന്ന് പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ ആപ്പ് വരുന്നത്. ആപ്പ് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ള ആപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ കാര്യങ്ങളില്ല, ആഡില്ല, വേറെ ഷോപ്പ് മറ്റേ മറിച്ച് അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. സിമ്പിളായിട്ടാണ് തോന്നിയത്. അത്രയും ഒരു പ്രീമിയം ആ ഒരു ഇതൊന്നുമില്ല, സിമ്പിളാണ് സംഭവം. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിട്ടും. അല്ല, വാച്ച് ഫേസസുകളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് നിറച്ചിട്ടുള്ളൂ. മറ്റേതിനകത്ത് അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. സ്റ്റിൽ അതാണ് കുറച്ചുകൂടെ ഒരു പ്രീമിയം ലുക്ക്, അല്ലെങ്കിൽ ആ കുറച്ച് ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കയ്യിലൊന്ന് ഇട്ട് കാണിക്കാം. ഉണ്ടോ, ഇത് നമ്മുടെ സ്പിയർ, അതുപോലെ തന്നെ ഇത് നമ്മുടെ നോയ്സ് ഫോഴ്സ്, രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടില്ല. ഒരെണ്ണത്തിന് വലിപ്പം ഡിസ്പ്ലേ 1.6 ആയതുകൊണ്ട് നല്ല വലിപ്പം എറിച്ചിട്ടുണ്ട്, മറ്റേത് കുറച്ചുകൂടി ചെറുതാണ്. അപ്പം നിങ്ങളുടെ കൈ കുറച്ചുകൂടെ ചെറിയ കൈയുള്ള ആൾക്കാർക്ക് നോയ്സ് ഫോഴ്സ് യൂസ് ചെയ്യാം. വലിപ്പമുള്ള ഒരു കൈക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും 1.6 ഇത് തന്നെ ഫോഴ്സ് നമ്മുടെ ഫയർ ബോൾട്ട് സ്പിയർ യൂസ് ചെയ്യുക, കുറച്ചുകൂടെ അടിപൊളി അതായിരിക്കും. കുഞ്ഞു കൈ ആണെന്നുണ്ടെങ്കിൽ നോയ്സ്, അതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ രണ്ടിലും ഇതുപോലെ മെറ്റൽ പ്ലേറ്റാണ് വരുന്നത്, റഗ്ഗഡ് ഡിസൈൻ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, നമ്മുടെ നോയ്സിൻ്റെ ടച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ, അതായത് ആ ആപ്പ് ടച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നോയ്സാണ്. ആപ്പും എനിക്ക് ഇഷ്ടപ്പെട്ടത് നോയ്സാണ്. നിങ്ങളുടെ പ്രിഫറൻസ് അടിച്ചാണ് കമ്പയർ ചെയ്യാൻ നേരത്തെ എനിക്ക് നോയ്സാണ് കുറച്ച് ടച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആപ്പും അതുപോലെ തന്നെ നോയ്സ് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ എൻ്റെ കൈ കുഞ്ഞു കൈയാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് നോയ്സ് തന്നെയാണ്. ഇത് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഇത് അങ്ങനെ ഹെവി അങ്ങനത്തെ യൂസേജുകളൊന്നുമില്ല. പിന്നെ ഏതെടുക്കണം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏകദേശം ആ രണ്ടും ഇതാണ്, സിമിലറാണ്. പ്രൈസ് ഡിഫറൻസ് എത്രയാണ് കറണ്ട് പ്രൈസ് എന്നുള്ളത് ഞാനിവിടെ ആ വീഡിയോയിൽ ആഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു പ്രൈസ് ഇപ്പോൾ കറൻ്റ്ലി കുറഞ്ഞ് നിൽക്കുന്നത്, ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യാൻ നേരത്ത് കുറഞ്ഞ് നിൽക്കുന്നത് നോയ്സിൻ്റെ ഫോഴ്സാണ്. ഇപ്പോൾ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് വാച്ചുകൾ അറ്റാച്ച് ചെയ്യുന്നതും കൂടെ ഉണ്ട്, അതും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി. കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് റഗ്ഗഡ് ഡിസൈൻ, അതായത് നമ്മൾ എടുക്കാൻ നേരത്ത് നമുക്കൊരിക്കലും അയ്യോ എനിക്ക് അബദ്ധം പറ്റി കണ്ട പോലെയല്ല, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാത്ത കുറച്ച് ഡിവൈസുകളുണ്ട്. കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയ വാച്ചുകളുണ്ട്, അത് ഞാൻ അറ്റാച്ച് ചെയ്യാം. അതുപോലെ നിങ്ങളൊരു വാച്ച് എടുക്കാൻ നേരത്ത് ഷുവറായിട്ടും നിങ്ങൾ ആ റിവ്യൂസും, പിന്നെ നമ്മൾക്ക് പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ പോയി കണ്ട ഫോട്ടോയിൽ കാണാൻ നേരത്ത് അടിപൊളിയായിരിക്കും, പക്ഷേ നമ്മൾ എടുത്തു വരാൻ നേരത്ത് അത്ര അടിപൊളിയായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ആ റിവ്യൂസും പിന്നെ റിയൽ ഫോട്ടോസ് വീഡിയോസും ഒക്കെ മസ്റ്റായിട്ടും കാണുക, അല്ലാതെ പോയി എടുക്കരുത്. കാര്യം സ്ക്രീനൊക്കെ അവിടെ കാണുന്നത് ഭയങ്കര അടിപൊളിയായിരിക്കും, പക്ഷെ കിട്ടാൻ നേരത്ത് ഭയങ്കര അത്രയും അടിപൊളിയായിരിക്കില്ല. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം എടുക്കുക. അപ്പോൾ കുറച്ച് ഇമേജസ് അല്ലെങ്കിൽ കുറച്ച് റഗ്ഗഡ് സ്മാർട്ട് വാച്ചുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ അറ്റാച്ച് ചെയ്യുക, അതും കൂടെ ചെക്ക് ചെയ്യുക.